എന്തുകൊണ്ടാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ എപ്പോഴും LLPയിലേക്ക് പോകുന്നൊരു ട്രെൻഡ് കാണുന്നത്? ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന ആളുകളൊക്കെ ഇതിന് റിസൈൻ ചെയ്യും, കാരണം ഈ ഒരു പ്രോജക്റ്റ് അവിടെ കംപ്ലീറ്റ് ആയി. നമസ്കാരം. ഇപ്പോൾ എടുക്കുന്ന മിക്ക ചിത്രങ്ങളും ബിഗ് ബഡ്ജറ്റ് മൂവീസാണ്. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ എമ്പുരാൻ, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവീസ് അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് മൂവീസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു കൂട്ടം ഇൻവെസ്റ്റേഴ്സ് ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ കമ്പനികൾ ചേർന്നുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള മൂവികൾ എടുക്കാറുള്ളത്. ഇനി ഇൻഡിവിജ്വലി എടുക്കുന്ന സമയത്ത് പലപ്പോഴും സോഴ്സ് ഓഫ് ഇൻകത്തിൻ്റെയും മറ്റും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നിലധികം ഇൻവെസ്റ്റേഴ്സ് ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നിലധികം കമ്പനികളൊക്കെ ചേർന്നുകൊണ്ട് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ പലപ്പോഴും കാണുന്നൊരു ട്രെൻഡ് പറഞ്ഞാൽ എല്ലാവരും അല്ലെങ്കിൽ മിക്ക ആളുകളും LLP അഥവാ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പാണ് ഫിലിം ആ ഒരു ഇൻഡസ്ട്രിയിൽ പലപ്പോഴും യൂസ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടൊക്കെ. അപ്പോൾ ഇതിലേക്ക് പോകാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് LLP എന്നുള്ളത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിലൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുൻപ് ചെയ്ത വീഡിയോസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് LLP എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം, കമ്പനി LLP തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ എപ്പോഴും LLPയിലേക്ക് പോകുന്നൊരു ട്രെൻഡ് കാണുന്നത്? ഇതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒന്നിലധികം കുറേ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് നമ്മളൊരു ഫിലിം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമുക്ക് മാക്സിമം 200 പേര് നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. പക്ഷേ LLPയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് LLPയിൽ എത്ര പേരെ വേണമെങ്കിൽ നമുക്ക് മെമ്പേഴ്സായിട്ട് കൊണ്ടുവരാൻ പറ്റും. അൺലിമിറ്റഡ് ആണ് മെമ്പേഴ്സിൻ്റെ കേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബിഗ് ബഡ്ജറ്റ് മൂവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എത്ര പേര് വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് അവരെ പാർട്ണറായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. കാരണം LLPയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും എന്തൊക്കെയാണ് അവരുടെ ചുമതല, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് LLPയിൽ പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ആരാണോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വരുന്ന പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്, അവർക്ക് തീരുമാനമെടുക്കാം ഈ LLPയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അതായത് നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒന്നാണ് LLP എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രീൻ്റെ കാര്യത്തിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പേരെ, നിങ്ങൾ അറിയാവുന്ന ഒരു 100-150 പേരെ നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുവെന്ന് വിചാരിക്കാം. അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞാൽ ആദ്യം ഒരു LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യും. LLP രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കണ്ടെത്തിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് എല്ലാവരും എന്ത് ചെയ്യും, പാർട്ട്നേഴ്സായിട്ട് LLPയിലേക്ക് കൊണ്ടുവരും. ഇവരെ പാർട്ട്നേഴ്സായിട്ട് കൊണ്ടുവന്നിട്ട് ഇവരെ ഫണ്ടെല്ലാം നമ്മൾ ഈ LLPയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. ഇതിന് ശേഷം ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സും ഈ പറയുന്ന LLPയും തമ്മിൽ പ്രോപ്പറായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കും. അതായത് ഒരു എഗ്രിമെൻറ്റ് പോലെ ചെയ്യും. ആ എഗ്രിമെൻറ്റിൽ ഈ പറയുന്ന ആളുകൾ എത്രയാണ് സ്ഥാപനത്തിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവർ ഏത് പ്രൊജക്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റ് എങ്ങനെയൊക്കെയാണ് അവർ ഷെയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ഇൻവെസ്റ്റേഴ്സായിട്ടും ഈ ഒരു LLP കരാറിൽ ഏർപ്പെടും. ഇതിന് ശേഷം നമ്മളൊരു പ്രോഫിറ്റൊക്കെ, നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞു, ഈ സിനിമ പുറത്തിറങ്ങി, അപ്പോൾ ഇതിന് പല രീതിയിൽ നിന്ന് ഇൻകം ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം, സാറ്റലൈറ്റ് വഴിയുള്ള ഇൻകം ഉണ്ടാവും, OTT പ്ലാറ്റ്ഫോം വഴിയുള്ള ഇൻകം ഉണ്ടാകും, അതുപോലെ തന്നെ തിയേറ്ററിൽ നിന്നുള്ള ഇൻകം ഉണ്ടായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ഇൻകം ഇതിലുണ്ടായിരിക്കും. ഈ ഇൻകം, ഈ ഒരു പ്രോഫിറ്റ് ഈ വരുന്ന പാർട്ട്നേഴ്സും എല്ലാവരും ഇത് ഷെയർ ചെയ്തതിന് ശേഷം ഈ പറയുന്ന ആളുകളൊക്കെ ഇതിന്ന് റിസൈൻ ചെയ്യും. കാരണം ഈ ഒരു പ്രോജക്റ്റ് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് പ്രൊജക്റ്റിലേക്ക് വരുന്ന ആളുകൾ വീണ്ടും പുതിയ പാർട്ട്നേഴ്സായിട്ട് വരും, അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇനി ഇവർ വീണ്ടും അടുത്ത പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ റിസൈൻ ചെയ്യുന്നില്ല, അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് LLPയിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു രീതി മാത്രമല്ല കേട്ടോ, പല രീതിയിൽ നടക്കാറുണ്ട്. ഇത് ഒരു ഓപ്ഷൻ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും, ഒന്നിലധികം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധികം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു ഫിലിം ഫീൽഡിലൊക്കെ LLP ചൂസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്.